ഹായ്, വെൽക്കം ടു അവർ ഓഫിർ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പ്രിയപ്പെട്ട കുറച്ച് സാരികളാണ് കാണിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടതെന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും അതിൻ്റെ വില കൊണ്ടല്ല, മറിച്ച് ഞാനിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ വെറുതെ ബോറടിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവായിട്ട് ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ അങ്ങനെ ചില വില കുറഞ്ഞ സാരികളാണ്. പക്ഷെ അത് എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. നമ്മളങ്ങനെ ഭംഗിയാക്കി എടുക്കുമ്പോൾ നമ്മുടെ ഒരു എഫർട്ട് അതിലുള്ളത് കൊണ്ട് ഇഷ്ടപ്പെട്ട അങ്ങനത്തെ കുറച്ച് സാരികളാണ് കേട്ടോ കാണിക്കുന്നത്. ആദ്യം തന്നെ ഞാൻ കാണിക്കുന്നത് ഇത് രണ്ട് വോയിൽ സാരിയാണ്. ഇത് രണ്ടും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന അന്ന ജോൺ, ആ മിസ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. മിസ് എനിക്ക് ഒരു വട്ടം എൻ്റെ ക്രിസ്മസ് ഫ്രണ്ടായിരുന്നു. അപ്പോൾ മിസ് എനിക്ക് തന്നതാണ്. അപ്പോൾ മിസ് വളരെ ചിന്തിച്ച്, അതായത് നമുക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യാനൊരു ക്യാൻവാസ് എന്നുള്ള രീതിയിൽ മിസ് തന്നതാണത്. അപ്പോൾ ഇതിൽ സിമ്പിളായിട്ടുള്ള ഡിസൈൻ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതായത് മയിലാണ് കേട്ടോ. ഇത് ഒരു പറക്കുന്ന മയിലാണ്. ഗ്ലിറ്റർ പെയിൻറ് കൊണ്ട് നമ്മൾ ചെയ്തിട്ടുള്ളൂ. അത് ആ ഡിസൈൻ നമ്മൾ അതിലോട്ട് ട്രേസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതായത് കാണുന്ന സ്ഥലങ്ങളിൽ, ബോർഡറിലും കാണുന്ന ഒരു 4-5 സ്ഥലങ്ങളിൽ മാത്രമേ അത് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതൊരു പറക്കുന്നൊരു മയിലാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ മെറൂൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഉടുക്കുമ്പോഴാണെങ്കിലും എല്ലാവർക്കും അതൊരു നല്ല ഭംഗിയായിട്ടത് ഫീൽ ചെയ്യും. കാരണം ഈ മെറൂൺ കളറും റെഡ് അതൊക്കെ ആകുമ്പോഴും നല്ല ഒരു നമ്മളുടെ മുഖത്തെ അത് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നൊരു കളറാണ് മെറൂണൊക്കെ. അപ്പോൾ ഇത് മിസ് തന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഗ്രീൻ സാരിയും മിസ് തന്നതാണ്. ഇതിൽ മയിലൊന്നുമല്ല, ഒരു പ്ലെയിൻ ആയിട്ടുള്ളൊരു വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. ഇത് അവിടെ എവിടെയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്കിതിൻ്റെ ഒപ്പം അതിന് ഉടുത്ത് വരുമ്പോൾ ഇതും നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ നമുക്ക് കഴുകി ഉപയോഗിക്കാം. ഈ പെയിൻറ്റുകളാണെങ്കിൽ ഇതൊന്നും പോരൊന്നുമില്ല. നമ്മൾ വലിച്ചു കുറച്ചാൽ മാത്രമേ പോരുള്ളൂ, അല്ലെങ്കിൽ പോവില്ല. എത്ര വേണമെങ്കിലും നമുക്ക് കഴുകി ഉപയോഗിക്കാം. ഉരച്ചൊന്നും കഴുകരുത്. സാധാരണ നമുക്ക് ഹാൻഡ് വാഷ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ മ്യൂറൽ പെയിൻറ്റിങ് പഠിക്കാൻ പോയിരുന്നു. അതായത് ഇവിടെ കൊടുങ്ങല്ലൂർ വന്നതിന് ശേഷം പനങ്ങാട് ആ സ്കൂളിനടുത്തൊരു ആർട്ട് ലാൻഡ് ഉണ്ട്. അവിടെ നിന്നാണ് മ്യൂറൽ പെയിൻറ്റ് പഠിച്ചത് കേട്ടോ. അപ്പോൾ അവിടുത്തെ ബിന്ദു മിസ് പഠിപ്പിച്ചതെന്നാണ് മ്യൂറൽ പെയിൻറ്റ്. അപ്പോൾ അങ്ങനെ പഠിച്ച സമയത്ത് വീട്ടിലിരുന്ന് ആദ്യം ചെയ്തതാണിത്. ഇതൊരു ബ്ലൗസിൻ്റെ പുറകിലാണ് കേട്ടോ. ഇതാണ് ആദ്യം ചെയ്തത്. അപ്പോൾ ഇതൊരു വില കുറഞ്ഞൊരു സാരിയാണ്. എനിക്ക് തോന്നുന്നു ഈ സാരിക്ക് അതിൻ്റെ ബ്ലൗസ് മതി 125 രൂപ എങ്ങോട്ട് വരുന്നു ഈ സാരിക്ക്. അപ്പോൾ ഈ സാരി ആണെങ്കിലും കൊടുക്കുമ്പോൾ ആ ബ്ലൗസിൻ്റെ ബാക്ക് വശത്ത് മാത്രമേ ഉള്ളൂ ഈ പെയിൻറ്റ്, ആ ചിത്രം. പക്ഷെ നല്ല ഭംഗിയാണ്. പിന്നെ ഇതൊരു വില കുറഞ്ഞ സാരിയാണ് കേട്ടോ. ഇതിന് ഉദ്ദേശം ഒരു 200 ഒക്കെ 200, 300 അത്രേ ഉള്ളൂ. ഇതിലും ആ ഒരു ഗ്ലിറ്റർ പെയിൻ്റ് കൊണ്ട് ചെയ്തിട്ട് ഒരു ചെറുതായിട്ട് കട്ട് വർക്ക് പോലെ ചെയ്തിട്ടുണ്ട്. അതും അവിടെ നിന്ന് അങ്ങനെ പഠിച്ചപ്പം ചെയ്തതാണ് കേട്ടോ. ആർട്ട് ലാൻഡിൽ നിന്ന് പഠിച്ചപ്പം ചെയ്തതാണ്. പിന്നെ അതിൻ്റെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഈ ഒരു ലൈനായിട്ട് ഇങ്ങനെ ഒരു വരയുണ്ട് ഈ ഒരു സാരിയിൽ. അപ്പോൾ ഇതാണെങ്കിലും ഈ കളറാണെങ്കിലും നല്ല നമ്മുടെ മുഖത്തിന് നല്ലൊരു ഹൈലൈറ്റ് ചെയ്യുന്നൊരു കളറാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ ബ്ലൗസിൽ ഞാൻ ഈ കോളറിൻ്റെ വശത്തായിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്ത് ഇവിടെ സാരി കവർ ചെയ്യുമ്പോൾ ഒരു ഗ്രീക്ക് സ്റ്റൈൽ നമുക്ക് ഫീൽ ചെയ്യും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഇങ്ങനെ വനിതയിലൊക്കെ ഞാൻ കണ്ടിട്ട് എനിക്ക് കിട്ടിയ ഒരു ഡിസൈനാണ്. അതായത് ഇങ്ങനെ ഇവിടെയൊക്കെ എല്ലയൊക്കെ വന്ന് അങ്ങനെ നിൽക്കുന്ന ഒരു ഡിസൈൻ. അപ്പോൾ അത് ആ കളറിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെ നമ്മൾക്കത് മുഖത്തോട്ട് നല്ല ഒരു ഹൈലൈറ്റ് ചെയ്ത് കിട്ടുന്ന ഒരു ഇതാണിത്. പിന്നെ എനിക്ക് ചിക്കൻ ബോക്സ് വന്നപ്പോൾ ചെയ്ത കുറച്ച് സാരി കാണിച്ചു കേട്ടോ. കുറച്ചൊന്നുമല്ല, ആകെ 2 ഉള്ളൂ. അപ്പോൾ ഇതൊരു ഇതാണ് കേട്ടോ. നീലയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ബ്ലൂ ആണ് കേട്ടോ. ലൈറ്റ് ബ്ലൂവിൽ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന, വസന്തം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഡിസൈനാണ്. അതായത് കാണുന്ന വശങ്ങളിൽ മാത്രം, നമുക്ക് അത്യാവശ്യമുള്ള വശങ്ങളിൽ മാത്രം അതങ്ങനെ ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ബോർഡർ വശത്ത് സിംഗിളായിട്ടുള്ള പൂക്കളാണ്. ബോർഡർ വൈസ് സിംഗിളായിട്ടുള്ള പൂക്കൾ. എന്നാലും ഉടുത്ത് വരുമ്പോൾ ഫ്രണ്ടിൽ ഇതൊക്കെ വരും. അപ്പോൾ ഇത് ഈ ഒരു ലൈറ്റ് കളറ് എല്ലാവർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കളറാണ്. ഈ നല്ലൊരു നീലയാണ്. അപ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇത് ചിക്കൻ ബോക്സ് വന്ന സമയത്ത് ഉള്ള കളറൊക്കെ വെച്ച് ഞാൻ സ്വല്പം വെള്ളമൊക്കെ മിക്സ് ചെയ്തിട്ട് ഞാൻ ചെയ്തതാണ്. കാരണം പുറത്ത് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ അത്രയും ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യണ്ടേ എന്തായാലും പുറത്തിറങ്ങാം. ആ സമയത്ത് ചെയ്തത്. അതുപോലെ തന്നെ ചിക്കൻ ബോക്സ് വന്നപ്പോൾ ചെയ്ത വേറൊന്നുമാണത്. ക്രിസ്മസ് തീമാണ്. ഞാനിത് കോളേജിൽ ക്രിസ്മസ് സെലിബ്രേഷന് വേണ്ടി ഞാൻ ഉടുത്തിരുന്നു. അപ്പോൾ ഇതിൽ കേട്ടോ നിറയെ സ്റ്റാർസാണ്. ഈ ഫ്രണ്ട് വശത്ത് മുഴുവൻ സ്റ്റാർസാണ്.
പിന്നെ ഇത് കുറച്ച് സ്ഥലങ്ങളിൽ ഈ പൂക്കളുണ്ട്. പിന്നെ ക്രിസ്മസ് ഡെക്കറേഷൻ ഈ ഒരു വശത്ത് ബോർഡറിൽ ഇങ്ങനെയുണ്ട്. അപ്പോൾ ഇതും ഉടുത്തൊക്കെ വരുമ്പോൾ ഞാൻ എൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്, ഞാനത് ഷെയർ ചെയ്യാം. ആ സമയത്ത് എടുത്ത ഫോട്ടോ ഉണ്ട് കേട്ടോ, സ്റ്റുഡൻസിൻ്റെ ഒപ്പം എടുത്ത ഫോട്ടോ ഒക്കെ ഉണ്ട്. ഇതും നല്ല രസമാണ്. ആ കളറിൻ്റെ ബ്രൈറ്റ്നെസ് കൊണ്ടാണ്. ഇത് നെറ്റ് സാരിയാണിത്. നെറ്റ് സാരി ആണെങ്കിൽ കൂടി പെയിൻറ്റ് ചെയ്യുമ്പോൾ അതിനങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ റിങ് വെച്ച് ചെയ്താൽ മതി, സൂക്ഷിച്ച് ചെയ്താൽ മതി. പിന്നെ കഴുകി ഉപയോഗിക്കാം, അതിനൊന്നും പ്രശ്നമില്ല. പിന്നെ കളർ പോകുന്നില്ല. ഇത് കുറച്ച് ഗ്ലിറ്റർ ആയിട്ടുള്ള സ്പാർക്ലിംഗ് കളേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ സിൽവർ കളറാണ് സ്റ്റാറിന് ചെയ്തത്. പിന്നെ ഇതൊരു പിങ്ക്, ഇതാണ് ശരിക്കും ആദ്യം ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് തുടങ്ങിയത് കേട്ടോ. ഇത് 200 രൂപ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ ഈ സാരിക്ക്. കോട്ടൺ ആണ്. ഒപ്പം ഇതിന് ബ്ലൗസ് പീസും കൂടി കിട്ടിയിരുന്നു. ഞാൻ കൊടുങ്ങല്ലൂർ വന്നിടയ്ക്ക് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ ബാക്കിൽ ഇതുണ്ട്, കുറച്ച് ഫ്രണ്ടിൽ ഇവിടെയുണ്ട്. വെള്ള പൂക്കളാണ്. ഞാൻ ആദ്യം റെഡാണ് അടിച്ചു നോക്കിയത്, അപ്പോൾ ചില നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. പിന്നെ റെഡ് അത്ര ഒരു അട്രാക്ഷൻ എനിക്ക് തോന്നാത്തതുകൊണ്ട് ഞാനൊരു വെള്ള പൂക്കളാക്കി. പച്ചയല്ല. അപ്പോൾ ഇതിങ്ങനെ നിൽക്കും അല്ലേ, നല്ല ഒരു എന്താ പറയുക, നല്ലൊരു ഇന്നസെൻ്റ് ലുക്ക് ഫീൽ ചെയ്യും. ഇതും നല്ലതാണ്. അപ്പോൾ അതിൻ്റെ വെച്ചാൽ ആ വിലയുടെ അല്ല, അതിൻ്റെ ആ ഒരു നമ്മളത്ര ചെയ്തപ്പോൾ അതിനുള്ള ആ ഒരു ഭംഗി, അതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. എൻ്റെ ഒരു സന്തോഷം അത്രയേ ഉള്ളൂ. പിന്നെ ഈ ഒരു സാരി, ഇത് ഞങ്ങളുടെ റോസ് റബേക്കയുടെ ബാപ്റ്റിസത്തിന് വീട്ടിൽ നിന്ന് എല്ലാവർക്കും എടുത്തുന്ന സാരിയാണ്. അപ്പോൾ ഞാനത് ഒരു വട്ടം അങ്ങനെ ഉടുത്തു. അപ്പോൾ ഗോൾഡൻ കളറാണ്. അപ്പോൾ ഈ ഒരു സെറ്റ് സാരി കോമ്പിനേഷനൊക്കെ വരുന്നതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടമാണത്. എന്ന് വെച്ചാൽ എല്ലാവർക്കും അത് ഇഷ്ടമാണ്. ആ സാരി അങ്ങനത്തെ സെറ്റ് സാരി കോമ്പിനേഷൻസ് എല്ലാവർക്കും ചേരുന്നതാണ്. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഇതിൻ്റെ അടിവശങ്ങളിലൊക്കെ ഞാൻ മുകളിലൊക്കെ ഈ ഒരു കൊച്ചു മയിൽപ്പീലികൾ ചെയ്തിട്ടുണ്ട്. ഇത് ഒരുപാട് ടൈം എടുത്ത് ചെയ്താണ് കേട്ടോ. കാരണം ഇരുന്നിരുന്ന് ചെയ്ത് തന്നെയാണ്, കംപ്ലീറ്റ് ചെയ്യണം എന്ന് വെച്ചിട്ട്. മയിൽപ്പീലി ഡിസൈൻസ് നല്ലതാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉള്ളു. പിന്നെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു ഒരു മയിൽപ്പീലി അങ്ങനെ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതാണ് അതിൻ്റെ ബോർഡർ. അപ്പോൾ ഇതിൻ്റെ ബ്ലൗസിലും കയ്യിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഈ മയിൽപ്പീലിയുടെ ഡിസൈൻ. അപ്പോൾ ഞാൻ കോളേജിൽ ഒരു വട്ടം ഞാൻ ഓണം സെലിബ്രേഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റുഡൻസിൻ്റെ ഒപ്പമുള്ള ഫോട്ടോ ഉണ്ട് കേട്ടോ, എൻ്റെ കയ്യിലുണ്ട്. പിന്നെ അതാണ് ഇത് വേറെ ഒരു സെറ്റ് സാരിയാണ്. ഇത് ഞാൻ ഓണം സെലിബ്രേഷൻ എടുത്ത സെറ്റ് സാരിയല്ല, സെറ്റുമുണ്ട്. അപ്പോൾ ഈ അങ്ങനത്തെ ഒരു ഇതായതുകൊണ്ട് ഞാൻ ഫെയ്ഡ് ആവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും കടലാസ് കവറിലിട്ട് സൂക്ഷിക്കുന്നത്, പ്രത്യേകിച്ച് അത് ഇതിൽ പെയിൻറ്റ് ചെയ്തതുകൊണ്ട്. അപ്പോൾ ഇത് വളരെ വൺ സ്ട്രോക്ക് പോലെ ചെയ്താണ്. മറ്റത് സൂക്ഷിച്ച് ചെയ്താട്ടോ. ഇത് വൺ സ്ട്രോക്ക് പോലെ ചെയ്ത് വളരെ റഫായിട്ട് ചെയ്താണ്. അപ്പോൾ പിന്നെ അതുകൊണ്ട് കുറച്ച് വൺ സ്ട്രോക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു വലിപ്പം കൂടിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കാണുന്ന സ്ഥലങ്ങളിൽ മാത്രം ഞാൻ ചെയ്തിട്ടുള്ളൂ. കാണുന്ന സ്ഥലങ്ങളിൽ മാത്രം, അതായത് പെട്ടെന്ന് ഹൈലൈറ്റ് ചെയ്യുന്നത് കാണുന്ന ഒരു എവിടെയൊക്കെയാണ് ശ്രദ്ധിക്കുക, ആ ഒരു സ്ഥലങ്ങളിൽ മാത്രം. ഇതിൻ്റെയും ഒരു ഫോട്ടോ ഉണ്ട്. ഇനി അടുത്തതാണ് എനിക്ക് ഞാൻ ആംപ്ലിക് വർക്ക് ചെയ്താണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത്. ഇതാണ് ഇതിൻ്റെ ബ്ലൗസിൽ പുറകിലായിട്ട് ഇങ്ങനെ ആംപ്ലിക് വർക്ക് ചെയ്തതാണ്. പിന്നെ ഇത് ജൂട്ടിൻ്റെ സാരിയാണ്. അപ്പം ഇത് ഞാൻ കഴുകാറില്ല, കഴുകിയാൽ അതിൻ്റെ അത് പോവും. ഇപ്പം ഇതിലും ഞാനിങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ആ കാണുന്ന വശങ്ങളിലായിട്ട് ഞാൻ ആ ഡിസൈൻ ഈ പടം ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ വാങ്ങിച്ചത് അത് 1 മീറ്റർ തുണിയായിട്ട് ഒരു ബാക്കിയായിട്ടുള്ള തുണി ഉണ്ടായിരുന്നു. ഞാൻ ഒരിക്കൽ കൊടുങ്ങല്ലൂർ അരവിന്ദിൽ പോയപ്പോഴാണ് എനിക്കിത് കിട്ടിയത്. അപ്പോൾ ഞാൻ തയ്യൽ മെഷീനൊക്കെ വാങ്ങിച്ച സമയമാണ്. അപ്പോൾ എനിക്ക് തയ്യൽ അറിയില്ല, പക്ഷേ ഞാൻ ഉഷ ജനം അതാണ് വാങ്ങിച്ചത് കേട്ടോ. അതുപോലെ നമുക്ക് തയ്യലിൽ അറിയില്ലെങ്കിൽ നമുക്കത് നമുക്കൊരാഗ്രഹം ഉണ്ടായാൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ആംപ്ലിക് വർക്ക് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ്, ആംപ്ലിക് വർക്ക് ചെയ്യണം എന്നൊക്കെയുള്ളത്. അപ്പോൾ ഇങ്ങനെ ഞാൻ ആംപ്ലിക് വർക്ക് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ചില ചുരിദാറിലൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ആ 1 മീറ്റർ ആയിട്ട് അത് പല പടങ്ങളായിട്ടാണ് കിട്ടുക. അപ്പോൾ ഇതിൽ ഓറഞ്ച് കോമ്പിനേഷൻ ആയതുകൊണ്ടാണ് ഞാൻ ആ ഓറഞ്ച് മാത്രം ഇതിൽ സെലക്ട് ചെയ്തത്. പിന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്, കുറേ സമയമെടുത്ത് ചെയ്താണിത്, ഒരുപാട് സമയമെടുത്ത് ചെയ്താണ്. കാരണം ഇത് കംപ്ലീറ്റ് ചെയ്യണം തന്നെ, ഇതൊരു വലിയൊരു പിക്ചറാണ്, കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് ടൈം വേണം.
ഇതിൻ്റെ ഇവിടേക്കെല്ലാം അടിവശത്തെല്ലാം സൈഡ് വളരെ സിമ്പിളാണ്. അതായത് കുറച്ച് ഒരു റൗണ്ട് വരയ്ക്കുന്നു, കുറച്ച് വെള്ള കളറും ബ്ലാക്ക് കളർ അത്രയേ ഉള്ളൂ. പക്ഷെ ഇതിൻ്റെ മുന്താണിയിലാണ് ആ വലിയ ഡിസൈൻ ഉള്ളത്. അത് കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ കുറച്ച് ടൈം ഞാൻ കൂടുതൽ എടുത്തു. ഇത് ഇത്രയും മുന്താണിയിലുണ്ട്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. അപ്പോൾ ഈ തുണി ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. പിന്നെ നമ്മൾ മ്യൂറൽ പെയിൻറ്റിങ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അതായത് ഞാനും പ്രാർത്ഥിച്ചിട്ടാണ് മ്യൂറൽ പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പം അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മ്യൂറൽ പെയിൻറ്റ് ചെയ്യുമ്പോൾ തന്നെ അത് നമ്മൾ വെജിറ്റേറിയൻ ഭക്ഷണം അങ്ങനത്തെ ദിവസങ്ങളൊന്നും നമ്മൾ നോൺ വെജ് കഴിക്കാറില്ല. ഒപ്പം ഈ സാരി ഉടുക്കുമ്പോഴും അങ്ങനത്തെ ആ ഒരു പെയിൻറ്റിങ് ചെയ്തത് നമ്മൾ ഉപയോഗിക്കുമ്പോഴും അങ്ങനെയൊക്കെ കുറച്ച് ചിട്ടവട്ടങ്ങളുണ്ട്. നമ്മൾ വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ യൂസ് ചെയ്യണം, നോൺ വെജ് പാടില്ല. അപ്പോൾ നമുക്കത് കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തതാണിത്. അപ്പോൾ ബിന്ദു മിസ് ഇത് കണ്ടിട്ടില്ല. ഞാൻ പിന്നെ ബിന്ദു മിസ് കണ്ടിട്ടുമില്ല. ബിന്ദു മിസ്സും ഇത് കാണട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കൊടുങ്ങല്ലൂരിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആർട്ട് ലാൻഡ് അവിടെ നിന്ന് പഠിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പ്രിയപ്പെട്ട കുറച്ച് സാരികൾ. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ഫ്രീ ടൈം ഉണ്ടാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്കും നല്ലതാണ്. കാരണം നമ്മൾ തന്നെ വർക്ക് ചെയ്ത എന്തെങ്കിലും ഡ്രസ്സസ് നമ്മൾ ഉപയോഗിച്ച് ഇട്ട് കാണുമ്പോൾ അല്ലേ നമുക്കും വലിയ സന്തോഷമാണ് അല്ലേ. എല്ലായിടത്തും ഒരേ കടകളിൽ ഒരുപാട് ഡ്രസ്സസ് ഒരുപോലെ കിടക്കുന്ന കാലം എത്ര ഡ്രസ്സ് നമുക്കൊരു വെറൈറ്റി ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലേ അത് നല്ല ഭംഗിയാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ നല്ല ഡ്രസ്സ് ഇടാൻ ആഗ്രഹമുള്ള വ്യക്തിയാണ്. അതായത് നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ ഇപ്പോൾ നമ്മളൊരു ഫാഷൻ ഡിസൈനർ പോയി കണ്ട് നമ്മൾ ഡിസൈൻ ചെയ്യണമെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ അത് അതൊന്നൊരു അപ്രിസിയേഷൻ ആരെങ്കിലും കണ്ട് പറയുകയാണെങ്കിൽ അത് നമ്മൾക്കുള്ളൊരു അപ്രിസിയേഷൻ കൂടിയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫ്രീ ടൈം നന്നായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. വീണ്ടും മറ്റ് കൊച്ചു വീഡിയോകളുമായിട്ട് ഞങ്ങൾ വരാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടെങ്കിൽ ആ ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ ഉണ്ട്, അതിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. താങ്ക് യു. സീ യു.